ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ നഗരസഭ വയോമിത്രത്തിന്റെയും വിവിധ ആശുപത്രികളുടെയും സഹകരണത്തോടെ സൗജന്യ ദന്ത നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ സെൻട്രൽ ജുമാ മസ്ജിദ് മിനി ഹാളിൽ നടന്ന ക്യാമ്പ് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നഗരസഭ, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ, എൽദോ മാർ ബസേലിയോസ് കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗം, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, അന്നൂർ ദന്തൽ കോളേജ് എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് സൗജന്യ ദന്ത നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മൂവാറ്റുപുഴ സെൻട്രൽ ജുമാ മസ്ജിദ് മിനി ഹാളിൽ നടന്ന ക്യാമ്പ് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തെമ്പാടും പനി, അതുപോലെ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം മെഡിക്കൽ ക്യാമ്പുകൾ കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണ്. നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൽ നിസ പറഞ്ഞതുപോലെ പലരും പലപ്പോഴും ഇത്തരം അവസരങ്ങൾ വിനിയോഗിക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. കാരണം നമുക്ക് 10 പൈസ മുടക്കില്ലാതെ ഇത്തരം സ്ഥാപനങ്ങൾ അവരുടെ പൂർണ്ണമായും അവരുടെ പണം ചെലവാക്കി നമ്മളെ തേടിയെത്തുമ്പോൾ ഇന്നിവിടെ പങ്കെടുത്തവർ, അവരുടെ അയൽവാസികൾ, അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ കുടുംബങ്ങളിലുള്ളവരോട് ഇത്തരം ക്യാമ്പുകൾ അവിടെ നടക്കുന്നുണ്ട്, നിങ്ങളെല്ലാം വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വിട്ട നമ്മുടെ പ്രിയങ്കരായ കൗൺസിലർമാർ അവർ മുൻകൈയെടുത്തിട്ടാണ് ഇത്തരം പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സൗജന്യ പരിശോധനാ ക്യാമ്പിന് ശേഷം തുടർ ചികിത്സകൾ ആവശ്യമായി വരുന്നവർക്ക് അതാത് ആശുപത്രികളിൽ കുറഞ്ഞ നിരക്കിൽ തുടർ ചികിത്സയും നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. നഗരസഭാ പ്രദേശങ്ങളിലെ നിരവധി ആളുകളാണ് പരിശോധനാ ക്യാമ്പിൽ പങ്കെടുക്കുവാനായി എത്തിയത്. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിസ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർമാരായ PM സലീം, PV രാധാകൃഷ്ണൻ, മരിയൻ അക്കാദമി ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് അസിസ്റ്റന്റ് പ്രൊഫസർ ടോണി, വിദ്യാർത്ഥികളായ ആതിര, ആദിത്യ തുടങ്ങിയവർ പങ്കെടുത്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.